യാത്ര ചെയ്യാനൊക്കെ പറ്റിയത് അത്ര തന്നെ. നിങ്ങൾക്ക് അങ്ങനെ നല്ല ലുക്കുള്ള ടീച്ചറായിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സാരി ഇഷ്ടം. സാരി എന്ന് പറയുമ്പോൾ സാരി എടുക്കുമ്പോഴല്ലേ എനിക്ക് ഭംഗി വരുന്നത്. പിന്നെ ഞാൻ അധികം ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാരി എടുക്കുമ്പോൾ ഒരു കുറച്ച് പക്വത ഫീൽ ചെയ്യും. കേരള തനിമ അങ്ങനല്ല, ഒന്നാമത് എൻ്റെ നാടൻ ലുക്കുള്ള ഫേസാണ്. അപ്പോൾ മോഡലായിട്ടുള്ള ഇങ്ങനത്തെ നിന്നിട്ട് എനിക്കത്ര ലുക്കായിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്യുന്നില്ല. സാരി എടുക്കുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റും കുട്ടികൾക്ക് കിട്ടും. പിന്നെ എനിക്ക് ആ ഒരു മെച്ചർനെസ് എനിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സ്മൂത്തനിങ് ആയിട്ടുള്ള ഒരു ക്ലാസ് അറേഞ്ച്മെൻറ്റ് എനിക്ക് നടക്കും. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു കളി മൈൻഡ്, അതായത് ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നുള്ള അല്ലാതെ ഫ്രണ്ട് എന്നുള്ള ലെവലായി പോകുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ് മാനേജിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മറ്റുള്ള ടീച്ചേഴ്സിന് എങ്ങനെയാണെന്നറിയില്ല. ഞാനിങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ കണ്ടേ ഇന്ന് തന്നെ ഇട്ട് വന്നപ്പോൾ കുട്ടികൾ നല്ല സുന്ദരിയാണല്ലോ, നല്ല രസമുണ്ടല്ലോ, മിസ്സേ എന്നിട്ട് പിന്നെ ഒന്ന് എടുക്കുന്നു. പക്ഷെ സാരി ആണെങ്കിൽ എന്നെ കാണുമ്പോൾ മിസ്സില്ല, എന്നിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൊതുവേ ഈ നാടൻ ധാവണി, സാരി, പട്ടുപാട് തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ തൃശ്ശൂർക്കാരിക്ക് അങ്ങനെ നാടനും മോഡനും ഉണ്ടോ? പൊതുവെ തൃശ്ശൂർക്കാരികൾ ഒരു കേരള തനിമുള്ളവരല്ലേ? അങ്ങനെയാണോ? കണ്ണൂരില്ലേ കണ്ടുവരുന്നതിൽ പൂരങ്ങളായാലും അമ്പലങ്ങളായാലും അത് ശരിയാ. ഞാൻ കേളർമ കോളേജിലാണ് പഠിച്ചത്. അവിടെ ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം, ധാവണിയും പട്ടുപാടിയാണ് ഞാൻ അന്ന് എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം ഈയിടെ ഞാൻ ഗെറ്റ് ടുഗദർ വെച്ചപ്പോൾ ഞാൻ സാരി എടുത്ത് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു, എൻ്റെ സുധേ നീ കുറച്ച് മോഡേൺ ആയിട്ട് കാണുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഇപ്പോഴും ഈ നാടൻ വേഷത്തിൽ നിന്ന് നീ വിട്ടിട്ടില്ലേന്ന്. കാരണം ഇപ്പോൾ പട്ടുസാരി, അന്ന് പട്ടുപാടിയും ധാവണിയും, ഇപ്പോൾ പട്ടുസാരി, പിന്നെ സാരികളായി. അപ്പോൾ അങ്ങനെ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ എന്നെ കാണുന്നത്? ഏത് ഡ്രസ്സ് ഇട്ടിട്ടാ? എന്റെ ക്യാരക്ടർ ഇഷ്ടല്ലേ? അതെയാ, താങ്ക് യു ഗോഡ്. എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ കുറെ കുട്ടികൾ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ.